ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. റീലോഡ് എപ്പിസോഡിൽ സംഭവങ്ങൾ ഇങ്ങനെ. റീലോഡ് എപ്പിസോഡിൽ ആദ്യമെത്തുന്നത് ഷോയുടെ അവതാരകൻ മിഥുൻ രമേശാണ്. തുടർന്ന് ഒരു മനോഹരമായ നൃത്തരംഗത്തിന് ശേഷം മഹാഗുരു ചിത്ര ചേച്ചിയും സ്കൂൾ മാനേജർമാരും മറ്റ് മെൻറ്റർമാരും ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് എത്തുന്നു. ഇവരുടെ സ്റ്റാർ സിംഗർ അവധിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവർക്ക് ലഭിച്ച ഫീഡ്ബാക്കുകളും ചർച്ചയാകുന്നു. തൊട്ടു പിന്നാലെ ഹോം ടൂർ അവസാനിപ്പിച്ച് അവതാരിക വർഷ രമേശും മത്സരാർത്ഥികളും വേദിയിലേക്ക് എത്തുന്നു. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പിന്നീട് കൂടുതൽ സർപ്രൈസുകൾക്കായി മത്സരാർത്ഥികളെ വേദിയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നു. വർഷ ഷോയിൽ തന്നെ തുടരുന്നു. ഈ വേദിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 താരങ്ങൾ, ഫൈനൽ 6-ലെത്തിയ 6 താരങ്ങൾ സ്റ്റാർ സിംഗർ ഗസ്റ്റായി എത്തുന്നു. സ്റ്റാർ സിംഗറിലെ ഈ സീസണിലെ മെൻറ്റർമാരിൽ ഒരാളായ നിലവിലെ സ്റ്റാർ സിംഗർ സീസൺ 10 ടീമുകളെ പൊളിച്ചെടുക്കുന്ന പ്രഖ്യാപനമായിരുന്നു പിന്നീടുണ്ടായത്. രണ്ടാം പകുതിയിൽ മത്സരാർത്ഥികളുടെ ടീമുകൾ നിശ്ചയിക്കാൻ ഒരു താരലേലം പ്രഖ്യാപിച്ചു. 2 സ്കൂൾ ഓണർമാർക്കും 1,00,000 സ്റ്റാർ വീതം ലഭിക്കും. ഓരോ മത്സരാർത്ഥിയും വേദിയിലെത്തി പെർഫോം ചെയ്യും. തുടർന്ന് അവരെ ഓരോ സ്കൂളുകളും ബിഡ് ചെയ്യണം. കൂടുതൽ സ്റ്റാറുകൾ നൽകി ബിഡ് ചെയ്യുന്ന സ്കൂളിന് മത്സരാർത്ഥികളെ സ്വന്തമാക്കാം. താരലേലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ നോക്കാം. അതിനിടയിൽ 2 വൈൽഡ് കാർഡ് എൻട്രികളെ കൂടി ഷോയിലേക്ക് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഷോയിലേക്ക് ഗസ്റ്റായി നടി ഉർവശി എത്തുന്നു. പിന്നീട് ഇതേ ഷോയിലേക്ക് സിനിമാ പ്രമോഷന്റെ കൂടി ഭാഗമായി നിഖില വിമലും എത്തുന്നുണ്ട്. താരലേലവും ബിഗ് ബോസ് താരങ്ങളുടെ ചില പരിപാടികളും രസകരമായ മുഹൂർത്തങ്ങളും ഷോയുടെ ഭാഗമായി. ഉർവശിയെക്കുറിച്ച് മനോഹരമായ ഒരു പ്രൊഫൈൽ വീഡിയോയും ഷോയിൽ അവതരിപ്പിക്കപ്പെട്ടു. നിലവിൽ 7 പേർ വീതമുള്ള 2 സ്കൂളുകളാകും ഇനി ഷോയിലുണ്ടാകുക. ഈ പുതിയ ടീമിന്റെ അടിസ്ഥാനത്തിലാകും ഇനി ഷോയിലെ മത്സരങ്ങൾ മുന്നോട്ട് പോവുക. ഇനി മുതൽ വാരാന്ത്യങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് സ്റ്റാർ സിംഗർ സംപ്രേഷണം ചെയ്യും. സംഗീതത്തിന്റെ പുതിയ ലോകവുമായി നമ്മുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ വീണ്ടും എത്തും. ഈ ഷോയിൽ ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഒപ്പം ഏത് സ്കൂളാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.